ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ സിയാൻകുട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ഒക്കെ കണ്ടു, എവിടെ വ്ളോഗ് എന്തേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വ്ളോഗ് നമ്മൾ ഒരുപാടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിയാൻകുട്ടൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഓരോരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിൻ്റെ ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ 2 ദിവസത്തെ വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്ക് ഓർഡർ ചെയ്യാനായിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൽഡറിന് എന്തോ പുതിയ ഐറ്റം കണ്ടു, എന്താണ് മലബാർ പപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം കണ്ടു കേട്ടോ. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ബേക്ക് ചെയ്യുന്ന കുറേ ഐറ്റംസ്, അവർ തന്നെ ഉണ്ടാക്കിയ കുറേ ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ. അതേപോലെ ബർത്ത്ഡേക്കുള്ള കുറേ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല അടിപൊളിയാണ്, പക്ഷേ ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നി. അതേപോലെ തന്നെ നമ്മൾ സിയാൻകുട്ടൻ്റെ കേക്ക് വന്നിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അവിടെ ഉണ്ടാകുന്ന കേക്ക് അല്ല, എന്നിട്ട് ഞങ്ങളൊരു പർട്ടിക്കുലർ തീം പറഞ്ഞിട്ട് കോക്കോമെലൻ്റെ തീമൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. പക്ഷേ ഇതൊന്നും ആയിരുന്നില്ലായിരുന്നു. അവർ ഡിസൈൻ ചെയ്തതിൻ്റെ വേറെ എന്തോ ഒരു ഐറ്റം ആയിരുന്നു, വേറെ രീതിയിലൊക്കെ ആയിരുന്നു കേട്ടോ ഡിസൈൻ ചെയ്തത്. പറഞ്ഞ പോലെ ഒന്നും ആയിരുന്നില്ല. പിന്നെ ടേസ്റ്റും എനിക്ക് അത്രയും ഇഷ്ടമായില്ല കേട്ടോ. ഞങ്ങൾ വാനില ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ ആദ്യം 1 കിലോയുടെ കേക്കാണ്, അപ്പോൾ ഒരു 1 ടയർ കേക്ക് പോലെ ബിൽഡ് ചെയ്ത് ചെയ്യാനായിട്ടായിരുന്നു പറഞ്ഞത്. പക്ഷെ അവർ പറഞ്ഞു 1.5 കിലോയിൽ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവസാനം നോക്കി അതെങ്കിലും അതെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ കൊടുത്ത പൈസയ്ക്ക് അത്ര മുതലായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ, അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ബർത്ത്ഡേ ഹാറ്റ് മേടിക്കാനായിട്ട് പോയി. അതും അത്ര ഭംഗിയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വന്നിട്ട് ഞങ്ങൾ ഓപ്ഷൻസിൽ പോയി പെരുമ്പാവൂർ ഡ്രസ്സ് എടുക്കാനായിട്ട് വേണ്ടി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഡിസൈൻ ചെയ്ത് അങ്ങനെ ചെയ്യാമെന്നാട്ടോ കരുതിയത്. കാരണം ഞാൻ ഓൾറെഡി കൊടുക്കുന്നിടത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മെറ്റീരിയൽ മേടിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. പക്ഷേ അവിടെ തന്നെ ഡിസൈനേഴ്സ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പിന്നെ അവരയിലോട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ആഡോൺ പാലസിലാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ ഇടയായിട്ടാണ് എനിക്കിങ്ങനെ നെക്ക് പീസ്, വലിയ കമ്മൽ അങ്ങനെയൊക്കെ ഇടാനൊക്കെ എനിക്കിപ്പോൾ ഇഷ്ടം കേട്ടോ ഭയങ്കരമായിട്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് നോക്കിയിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഞാൻ കമ്മലൊന്നും മേടിച്ചില്ല കേട്ടോ, അതിന് ഒരു ചെറിയൊരു നെക്ക് പീസാണ് ഞാൻ മേടിച്ചത്. എൻ്റെ ഡ്രസ്സിന് ചേരുന്ന പറഞ്ഞ് ഞാൻ മേടിച്ചിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തൊട്ടിപ്പുറത്ത് പിന്നെ ആര്യാസിൽ കയറി. ആര്യാസിൽ വെജായിരുന്നു, പക്ഷേ ചോറ് തന്നെ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. സിയാന് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ചോറ് ഇട്ടും വെന്തിട്ടും ഉണ്ടായിരുന്നില്ല. ഒന്നും പോരായിരുന്നു, കറികളും പോരായിരുന്നു കേട്ടോ. പിന്നെ കഴിച്ചു കൂട്ടി നമ്മളങ്ങനെ ഇറങ്ങി. പക്ഷേ എൽഡിന് മസാല ദോശയായിരുന്നു കേട്ടോ മേടിച്ചത്. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഇത്തിരി കഴിക്കാൻ തന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സിയാൻകുട്ടൻ്റെ കലാപരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസ് നമ്മുടെ സിയാൻ്റെ ബർത്ത്ഡേക്ക് നമ്മുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ പഴയ ഐറ്റംസ് തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് റിബണൊക്കെ ആയിരുന്നു, അത് കഴിഞ്ഞ വർഷത്തെ മേടിച്ചതിൻ്റെ ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ആകെ മേടിച്ചത്. പിന്നെ അതേപോലെ തന്നെ ബലൂണും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിയാൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് യൂസ് ചെയ്ത കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ ബ്ലൂ തീമായിരുന്നു ഉണ്ടായിരുന്നത് യൂസ് ചെയ്തത്. അപ്പോൾ അത് കാരണം തന്നെ കുറേ ഐറ്റംസ് ഫസ്റ്റ് ബർത്ത്ഡേ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ പ്രാവശ്യം മേടിച്ച ആ ഹാപ്പി ബർത്ത്ഡേയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഫോട്ടോ ബാനർ. അതൊന്നും നമ്മൾ യൂസ് ചെയ്തില്ല. നമ്മൾ കുറേ പ്ലാനോടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയത് കേട്ടോ. പക്ഷെ ഒന്നും നമ്മൾ അവിടെ പാർക്കിൽ പോയിട്ട്, ഞങ്ങൾ പാർക്കിൽ പോയായിരുന്നു എടുത്തത്, നെല്ലാടുള്ള പാർക്കിൽ കേട്ടോ. നമ്മുടെ വ്ളോഗിൽ ഓൾറെഡി അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ പാർക്കൊക്കെ. നല്ല അടിപൊളി പാർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒക്കെ ചളവാണ് ചെയ്തത്. കാരണം സിയാൻ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവന് ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനാകെ അസ്വസ്ഥതയായിട്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഡ്രസ്സ് ഒക്കെ ഇടിപ്പിച്ചിട്ട് ഞാൻ ഫോട്ടോ ഇടിപ്പിക്കണം എന്ന് വെച്ചിട്ട് എല്ലാം അയൺ ചെയ്ത് വെച്ച് ഡ്രസ്സാട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാൻ ഒരെണ്ണം മറ്റേ റോംബർ പോലത്തെ ഇടിപ്പിക്കാമെന്ന് കരുതി കേട്ടോ. പാർക്കല്ലേ, അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചു. പക്ഷെ നമ്മൾ വന്ന് ചെയ്യാൻ ആകെ അലമ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. മൊത്തം കരച്ചിലായിരുന്നു അവന്. അപ്പോൾ അത് കാരണം തന്നെ ഡ്രസ്സ് മാറാനും ഒന്നിനും പോയില്ല. പിന്നെ ഈവനിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പാർക്കിൽ പോയിട്ട് നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ കാണാം കേട്ടോ. ഞങ്ങൾ ഷോർട്സിൽ കണ്ടത് ഭയങ്കര ഹാപ്പി ആയിട്ട് എടുത്തേക്കുന്ന വീഡിയോ ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു പിന്നാമ്പുറം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതായിരുന്നു കേക്ക് വന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഒന്നും ആയിരുന്നില്ലായിരുന്നു അവർ ഡിസൈൻ ചെയ്ത്. പിന്നെ ഇതേ കേക്ക് കട്ടിങ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് ചെയ്യാൻ അങ്ങ് കരച്ചില്ലേ. അവന് സ്വന്തമായിട്ട് കേക്ക് കട്ട് ചെയ്യണതായിരുന്നു സംഭവം. നമ്മൾ പിടിക്കുന്ന ഒന്നും അവന് ഇഷ്ടമായില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ മൊത്തം കരച്ചിലായിരുന്നു. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയായിരുന്നുണ്ട്. കാരണം ഫുൾ അവൻ ഡെസ്പായിരുന്നു, അവന് ദേഷ്യവും സങ്കടവും
ഒക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ മോൻ തന്നെ എടുത്തു തന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവസാനം എന്ത് ചെയ്ത് തന്നാട്ടോ. അങ്ങനെ വീഡിയോയിൽ എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓ നല്ല മിടുക്കനായിട്ട് അവൻ കേക്കൊക്കെ കട്ട് ചെയ്തത്. പക്ഷെ അവൻ്റെ മുഖം കണ്ടറിയാം ഫുൾ സങ്കടമായിരുന്നു കേട്ടോ. അവനങ്ങ് വിഷമം വരുന്നു, ദേഷ്യം വരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അവന് കളിക്കാൻ പോകാനായിട്ടായിരുന്നു കേട്ടോ മെയിനായിട്ട് പാർക്കിൽ. പക്ഷെ നമ്മളിവിടെ കുത്തിയിരുത്തി അവനെ ഫോട്ടോ എടുപ്പിക്കാൻ ഇരുത്തിയോണ്ട് അവന് വലിയ താല്പര്യം ഇല്ലായിരുന്നു കേക്ക് കട്ട് ചെയ്യാനായിട്ടൊക്കെ ആണെങ്കിലും. അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോയും അതേപോലെ ഫോട്ടോസും എല്ലാം നല്ല അടിപൊളിയാകുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്തൊക്കെ കണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ ബലൂൺ ഇട്ട് വെച്ചു. അതായിരുന്നു ഞങ്ങളുടെ ഡെക്കറേഷൻ. കാരണം സീന ഒട്ടും നിന്നില്ല കേട്ടോ. അവന് എൻ്റെ ഒക്കത്ത് കയറാനായിട്ട് വേണ്ടി ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യത്തെ ദിവസം ഇങ്ങനെ പാലത്തിൻ്റെ ഇവിടെ കേട്ടോ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ വെച്ച് കുറച്ച് ഫോട്ടോ. അപ്പോൾ ആ ഡ്രസ്സാണ് ഇതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഞങ്ങൾ ഓപ്ഷൻസിൽ കൊണ്ടുപോയി ഞാൻ ഡിസൈൻ ചെയ്യാൻ കൊടുത്തു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒന്നും ആയിരുന്നില്ല അവർ ചെയ്തത് കേട്ടോ. എൽഡിൻ്റെയും സിയാൻ്റെ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ് കാണാനായിട്ട്. സിയാൻ്റെക്ക് എസ്പെഷ്യലി എനിക്ക് സിയാൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫോട്ടോസ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ആദ്യത്തെ ദിവസം അവൻ ഫോട്ടോ എടുക്കാൻ നേരത്ത് നന്നായിട്ട് അവൻ പോസ് ചെയ്ത് നിന്ന് തന്നു കേട്ടോ. പിന്നെ ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് മാറ്റി ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ പാർക്ക് മതി. ഞാൻ ആദ്യം തന്നെ കണ്ടത് പാർക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞാൽ എനിക്ക് പാർക്കിൽ എടുക്കാൻ എന്നൊന്ന് താല്പര്യം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ അവൻ്റെ ബർത്ത്ഡേയുടെ ദിവസം ഉള്ളതാണ്. അപ്പോൾ അന്ന് സ്കൂളുള്ളതുകൊണ്ട് ഞാൻ ആ സെയിം ഡ്രസ്സ് തന്നെ കേട്ടോ എടുപ്പിച്ചത്. ഞാൻ വാഷ് ചെയ്ത് ഇട്ടു. കാരണം അതിൻ്റെ മുമ്പത്തെ ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സ്കൂളിൽ. അപ്പോൾ അതെല്ലാം വാഷ് ചെയ്ത് ഇട്ടിട്ട് ആ സെയിം ഡ്രസ്സ് തന്നെ ഞാൻ അവനെ ഇടിപ്പിക്കുക കേട്ടോ ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 വയസ്സ് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. ഇപ്പോഴും ഒരു കുഞ്ഞു മാവയാന്നുള്ളൊരു ചിന്തയാണ് എനിക്കിപ്പോഴും ചെയ്യാൻ എൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ സ്കൂളിൽ പോയിട്ട് അപ്പോൾ ആ സ്കൂളിലുള്ള സെലിബ്രേഷൻ കാണിച്ചു തരാം കേട്ടോ.